ശ്രീ യുവരാജ് ഗോകുൽ, കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ വികാരനിർഭരമായി മെക്സവനെതിരെ ആഞ്ഞടിക്കുന്ന CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് കണ്ടത്. പക്ഷേ ഇന്നലെ നോക്കൂ, ആ പറഞ്ഞതെല്ലാം വിഴുങ്ങി ഈ CPM ആരെയാണ് പേടിക്കുന്നത്? ഇങ്ങനെ ഒരു ടേൺ എടുക്കാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? അല്ല നീലിമ, അതിനകത്ത് CPM-നെ സംബന്ധിച്ചിടത്തോളം CPM കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ ഓടിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഫ്ലാഗ് ബിയറേഴ്സ് ആവുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ലീഗിനേക്കാളും വലിയ ലീഗാണ് തങ്ങൾ എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള തലത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മലബാർ മേഖലകളിൽ ഉൾപ്പെടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവർ പ്രവർത്തിച്ചു വന്നിരുന്നത്. മുസ്ലിം ലീഗുകാരെന്ന് പറഞ്ഞാൽ കോലീബി സഖ്യമാണ്, ലീഗ് BJP തമ്മിൽ സഖ്യമാണ് എന്നൊക്കെ ഉള്ള തലത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും അവരല്ല ഞങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ പോകുന്നത് എന്നുള്ള തലത്തിലായിരുന്നു അവരുടെ പ്രചരണം. ഒരു ഘട്ടത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് ഇവിടെ പ്രവർത്തിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് CPM-ൻ്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറയുന്ന തലത്തിലേക്ക് അവരുടെ ആ പറയുന്ന ബാന്ധവം വളരുന്ന സാഹചര്യം വരെ ഉണ്ടായി. നമുക്കറിയാം, മദനിയുമായി ബന്ധപ്പെട്ടിട്ട് മദനിയെ പിടിച്ച് സ്റ്റേജിലിരുത്തിയതുമൊക്കെ ആയിട്ടുള്ള. പക്ഷേ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കാര്യങ്ങൾ കുറേ അധികം മറിയുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് തുടർഭരണം നൽകുന്നതിൽ ഈ മലബാർ ബെൽറ്റിലുള്ള മുസ്ലിം വോട്ട് ബാങ്ക് വളരെ നിർണായകമായൊരു റോള് വഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 2024 എത്തുന്ന സമയത്ത് ആ വോട്ട് ബാങ്ക് തങ്ങളിൽ നിന്ന് ചോരുന്നത് അത് അക്രോസ് കേരള അവർ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇസ്ലാമിക കൂട്ടായ്മകൾ പല ഭാഗങ്ങളിൽ വരുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ സംശയദൃഷ്ടിയോടുകൂടി തന്നെയാണ് അവർ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരം കൂട്ടായ്മകളെ എക്സ്പോസ് ചെയ്യുക, അത് തങ്ങൾക്കെതിരായിട്ട് ഒരു വോട്ട് ബാങ്കായി പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വോട്ട് ബാങ്കിനെ പൊളിക്കുക, അപ്പോൾ അതിലേക്ക് തീവ്രവാദം എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കൊണ്ടുവരിക, ഇതൊക്കെയാണ് CPM പൊളിറ്റിക്കലി ഉദ്ദേശിച്ചിരിക്കുന്നത്. 1. 2, ഇനി CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയും പൊളിറ്റിക്കൽ നേതൃത്വവും ഒക്കെ മെക്സവൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയ്ക്കെതിരെ തീവ്രവാദ ബന്ധം എന്ന് പറയുന്ന ഒരു കാര്യം അവർ ആരോപിക്കുമ്പോൾ അത് വെറുതെ ആരോപിച്ചു പോകുന്നത്, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് ഇരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഭരണവുമായി ബന്ധപ്പെട്ടിട്ട് അത്രയും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ പോലീസ് സംവിധാനങ്ങളുമായിട്ടും ആഭ്യന്തര വകുപ്പുമൊക്കെ ആയിട്ടുള്ള വളരെ അടുത്ത ബന്ധം അവർക്കുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇതിൽ തീവ്രവാദ എലമെൻ്റ് ഉണ്ട് എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് കാമ്പും കാതലുമുള്ള കാര്യമുണ്ടാവും. അപ്പോൾ മെക്സവൻ്റെ ഒരു വളർച്ച എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കത് വിസിബിളാണ് അങ്ങനെ ഒരു കാര്യം എന്ന് പറയുന്നത്. 2022 പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിലാകമാനം നിരോധിക്കപ്പെടുന്ന സാഹചര്യമുള്ളത്. ഇപ്പോൾ 2012 ആരംഭിച്ച മെക്സവൻ ഏതാണ്ട് 2022 വരെ എത്തുമ്പോഴേക്കും ഏതാണ്ട് ഒരു ശാഖ മാത്രമായിട്ട് തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് 2022 പിന്നെ 7 ബ്രാഞ്ച് ആവുന്നു. അതും എല്ലാം മലബാർ കേന്ദ്രീകരിച്ചിട്ട് മാത്രമാണ്. പിന്നെ അത് 1000-ലധികം ബ്രാഞ്ചുകളിലേക്ക് ഈ പറയുന്ന മെക്സവൻ കൂട്ടായ്മ കണ്ണടച്ച് തുറക്കുമ്പോൾ, അതായത് ഒരു പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്രോത്ത് അല്ല നമ്മൾ കാണുന്നത്. വളരെ പെട്ടെന്നാണ് അതിൻ്റെ ഒരു അസ്വാഭാവികമായ ഒരു വളർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ അതിന് സംഭവിച്ചിരിക്കുന്നത് 2022 പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് സംശയിക്കത്തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇനി അതിൻ്റെ എലമെൻറ്റ്സ് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നേരിട്ടല്ലാതെ അവർ മറ്റ് പുറകിൽ നിന്ന് അതിനെ നിയന്ത്രിക്കുന്ന തലത്തിലേക്കോ അതിനെ അവരൊരു മറയായി എടുത്തുകൊണ്ട് കേരളം മുഴുവൻ വീണ്ടും പടർന്ന് പന്തലിച്ച ഒരു ഓർഗനൈസർ സംവിധാനം ഉണ്ടാക്കാനുള്ള പരിശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടോ, ഇത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ആദ്യം ആശങ്കപ്പെട്ടിരുന്നത് ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാകുന്നത് തങ്ങളുടെ പൊളിറ്റിക്കൽ, അല്ലാണ്ട് CPM-ന് ഇപ്പോൾ എന്താണ് കേരളത്തിൽ ഇസ്ലാം വളർന്നാൽ എന്ത്, മറ്റാരെങ്കിലും വളർന്നാൽ എന്ത് എന്നോ അവരെ സംബന്ധിച്ച് അതൊന്നും ബാധിക്കുന്ന വിഷയമൊന്നുമല്ല. ഏത് മദനിയുടെ കൂടെ കൂടിയിട്ടായിരുന്നാലും ശരി തങ്ങൾക്ക് അധികാരത്തിലിരിക്കണം എന്നുള്ള കാര്യം മാത്രമേ CPM-ൻ്റെ അജണ്ടയായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM-ന് അതല്ല അവരുടെ കൺസേൺ ആയിരുന്നത്. അവരുടെ കൺസേൺ ആയിരുന്നത് ഈ കൂട്ടായ്മ തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് മലബാറിൽ വരുമോ, ലീഗ് ഉണ്ട് ഓൾറെഡി, അപ്പോൾ ഇനി അടുത്തൊരു ടൂൾ കൂടി വരുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ മെക്സവൻ്റെ ആൾക്കാർ ചിലപ്പോൾ ഒരുപക്ഷെ CPM-കാരുമായിട്ടൊരു സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുകയോ നമ്മുടെ പൊളിറ്റിക്കൽ പിന്തുണ നിങ്ങൾക്ക് തരാമെന്ന് പറയുകയോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്തരത്തിലുള്ള മലക്കം മറിച്ചിലുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് എല്ലാം ചെന്നെത്തുന്നത് വോട്ട് ബാങ്ക് എന്ന വാക്കിലേക്കാണ്. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയാണല്ലോ കഴിഞ്ഞ കുറേ കാലങ്ങളായി CPM ഇങ്ങനെ ന്യൂനപക്ഷ പ്രീണനം, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു ന്യൂനപക്ഷ പ്രീണനമൊക്കെ നടത്തുന്നത്.